warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും പ്രപഞ്ച സ്രഷ്ടാവിന്റെ രക്ഷയും കരുണയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂറത്ത് ലുഖ്മാൻ വീണ്ടും നമ്മൾ ചർച്ചക്കെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ അവസാനത്തിലെത്താൻ 3 ആയത്ത് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെല്ലാ സുഹൃതങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ, നമ്മളെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. 30-ാമത്തെ ആയത്തിന് ശേഷം 31-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ നമുക്ക് 31-ാമത്തെ ആയത്തിന് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا غشيهم موج كالظلل دعوا الله مخلصين له الدين فلما نجاهم إلى البر فمنهم مقتصد وما يجحد بآياتنا إلا كل ختار كفور يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. സൂറത്തുൽ ലുഖ്മാൻ ഇതുവരെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെ അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ വളരെ ദീപ്തമായി കുറെ കാര്യങ്ങളെ, ചിന്താർഹമായ കുറെ കാര്യങ്ങളെ അള്ളാഹു നമുക്ക് മുമ്പിൽ വളരെ മനോഹരമായി വിശദീകരിക്കുകയും ചിന്തിപ്പിക്കുകയും പലതും പ്രേരിപ്പിക്കുകയും പലതിൽ നിന്നും മാറി നിൽക്കാൻ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മളോട് സംവദിക്കുകയാണ്. ഈ 31-ാമത്തെ ആയത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ ആയത്തുകളെ മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് ചിന്താപൂർവം നോക്കിക്കാണുകയും അതിനെ പഠിക്കുകയും വിശകലനം നടത്തുകയും എല്ലാം ചെയ്യേണ്ടത് എന്നൊരു കാര്യം അള്ളാഹു 2 വാക്കുകളെ ചേർത്ത് വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇതിനു മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ സമുദ്രത്തിലേക്ക് നോക്കാനും പ്രപഞ്ചത്തിലേക്ക് നോക്കാനും എല്ലാം പറഞ്ഞ് അള്ളാഹു ലികുല്ലി സ്വബ്ബാരിൻ ഷക്കൂർ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ അള്ളാഹു അവസാനിപ്പിക്കുകയാണ്. അപ്പോ അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാരി എന്ന് ഇതിന് മുമ്പ് 28-ാമത്തെ ആയത്ത് അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അവിടെ ഭൂമിയുമായി വലയം ചെയ്തു നിൽക്കുന്ന അള്ളാഹുവിന്റെ മഹാ അത്ഭുതങ്ങളും സമയം, അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ചലനങ്ങള്, ഇതിനെല്ലാം തന്നെ ആ ഒരു ആയത്ത് വളരെ പ്രവിശാലമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാല് അതിലുപയോഗിച്ച വാക്കുകളാണ് അത്തരം ചിന്തയിലേക്കും ചർച്ചയിലേക്കും നമ്മെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ അഗാധതയിലേക്ക് കൊണ്ടുപോയി മനുഷ്യൻ വരുന്നതിന് മുമ്പേ ഇതെല്ലാം ഇവിടെ ഉണ്ട് എന്നും മനുഷ്യൻ പലതിൻ്റെയും നിർമ്മാതാവാണെങ്കിലും പ്രപഞ്ചത്തിൽ അവൻ കാണുന്ന, അവൻ പഠിക്കുന്ന ഒന്നിന്റെയും നിർമ്മാതാവ് അവനല്ല എന്നും അതിന്റെ നിർമ്മിതിയിലൊന്നും തന്നെ മനുഷ്യൻ ഒരു ബന്ധമില്ല എന്നും, ഇതെല്ലാം അവൻ എന്നാൽ വരുന്നതിന് മുമ്പേ അവന്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടും അത് അതിബലിഷ്ഠമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അതെല്ലാം തന്നെ കാലങ്ങളായി അതിന്റെ ചലന പഥങ്ങളിൽ, ഭ്രമണപഥങ്ങളിൽ തെറ്റാതെ പിഴക്കാതെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും
അള്ളാഹുവാണ് അള്ളാഹു ഹക്കാണ് എന്ന് പറഞ്ഞ് മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. സമയം ദീർഘിപ്പിക്കാന് മനുഷ്യ കുടുംബം മുഴുവനും ഒരുമിച്ച് നിന്ന് ഭൂമിയുടെ ചലനത്തെ ഒന്ന് പതുക്കാക്കുക. ഇപ്പോൾ ഒരു 24 മണിക്കൂറിന്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ അതിനെ പിടിച്ചു വെച്ചിട്ട് അതിന്റെ ദൈർഘ്യം കൂട്ടുക, അങ്ങനെ മനുഷ്യന് കഴിയില്ല. അതിനെ ഉന്തി തള്ളി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും എല്ലാവരും കൂടിയിട്ട് ഉന്തിയിട്ട് അതിനെ ഒന്ന് സ്പീഡ് കൂട്ടുക അല്ലെങ്കിൽ കുറക്കുക. മനുഷ്യന് ഇതൊന്നും പറ്റൂല. അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇതിന്റെ ചലന വേഗതയെ ക്രമീകരിക്കുക, അതൊന്നും പറ്റൂല. അപ്പോ മനുഷ്യ കഴിവുകൾക്കപ്പുറം, അവന്റെ ചിന്തകൾക്കപ്പുറം, അവന്റെ ഇടപെടലുകൾക്കപ്പുറം എല്ലാം തന്നെ ബൃഹത്തായ രൂപത്തിൽ, ബലിഷ്ഠമായ രൂപത്തിൽ ഇവിടെ ഇതെല്ലാം തന്നെ ക്രമാതീതമായി ക്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നും തന്നെ മനുഷ്യന് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അള്ളാഹുവാണ് ഇതിന്റെ സൃഷ്ടാവാണ് സത്യം എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നു. അതിനുശേഷം നേരെ ഭൂമിയുടെ 4/3 ഭാഗമായി കിടക്കുന്ന വെള്ളത്തിന്റെ അംശം നിലനിൽക്കുന്ന, വെള്ളം നിലനിൽക്കുന്ന ഒരു ലോകത്തെ കുറിച്ചിട്ടുള്ള ചർച്ചയിലേക്ക് മനുഷ്യന്റെ ചിന്തയെ കൊണ്ടുപോകുന്നു. അവിടെ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ അള്ളാഹു പിന്നീട് 2 വാക്കിലൂടെ ചേർത്ത് വെക്കുന്നു. അതാണ് ലികുല്ലി സ്വബ്ബാരിൻ ഷക്കൂർ എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ലികുല്ലി സ്വബ്ബാരിൻ ഷക്കൂർ എന്നുള്ളിടത്ത് എന്തിനാണ് സ്വബ്ബാർ എന്ന ആ ഒരു വാക്കിനെ ഷക്കൂർ എന്ന വാക്കിന്റെ മുമ്പ് അള്ളാഹു പറഞ്ഞു വെച്ചത്? അത് ഇതിനെക്കുറിച്ചെല്ലാം മടികൂടാത്ത, പിന്മാറാത്ത നല്ല പഠനങ്ങളും ഗവേഷണങ്ങളും നിങ്ങൾ നടത്തണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സ്വബ്ബാർ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഇവിടെ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ക്ഷമാപൂർവം ഗാഢമായ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും നിങ്ങൾ വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആയത്ത് എന്നുള്ളതിന്റെ ബഹുവചനം ഉപയോഗിച്ചുകൊണ്ട് ഫീദാലിക്കല ആയാത്തിൽ ലികുല്ലി സ്വബ്ബാരിൻ ഷക്കൂർ എന്ന് അള്ളാഹു പറഞ്ഞു വെച്ചത്. പ്രപഞ്ചങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവിടെ എല്ലാം തന്നെ ആയാത്ത് എന്ന വാക്കിന് അള്ളാഹു ഉപയോഗിക്കും, ബഹുവചനം ഉപയോഗിക്കും. ഇപ്പൊ സൂറത്ത് നഹലിലേക്ക് പോയി കഴിഞ്ഞാല് വസഖറൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ വന്നുജൂമു മുസഖറാത്തും ബി അംരി ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമി യഖിലൂൻ. അല്ലാഹു ലആയാത്തിൻ, ദൃഷ്ടാന്തങ്ങളുടെ ലിഖൗമി യഖിലൂൻ, ചിന്തിക്കുന്നവർക്ക്. അപ്പൊ ധാരാളം പഠനങ്ങൾ ഇതിൽ നിങ്ങൾ നടത്തണം. നിങ്ങൾക്ക് ധാരാളം അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും എന്ന് അല്ലാഹു പറഞ്ഞു വെക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഭൂമിയും വാനലോകവും ഭൂമിയും സമുദ്രവും എല്ലാം പറഞ്ഞു വന്നിട്ട് അള്ളാഹു പറയാണ് ഫീദാലിക്കല ആയാത്തിൽ ലികുല്ലി സ്വബ്ബാരിൻ ഷക്കൂർ. ഇതിൽ നന്നായി ക്ഷമ കൈകൊള്ളുന്ന ആളുകൾക്ക് ഇതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുപോലെ തന്നെ നന്ദി കാണിക്കുകയും ചെയ്യുന്ന. അപ്പൊ നന്ദി എന്നുള്ളത് എപ്പോഴും പുതുതായി ഉണ്ടാകുന്ന ഒന്നിനെ നടത്തുന്ന ഒന്നാണ്. നിത്യേന നിലനിൽക്കുന്ന ഒന്നിന് ഹംദും, ഓരോന്നും ഓരോ സമയങ്ങളിൽ നമുക്ക് മുമ്പിൽ പുതുതായി ഉണ്ടാകുന്ന ഒന്നിന് അള്ളാഹുവിനോട് ശുക്റും ചെയ്യണം. അപ്പോ പുതുതായി ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്താക്കണം? നമ്മൾ പുതുതായി പലതും കണ്ടെത്തണം. അതുകൊണ്ടാണ് അവിടെ ഷക്കൂർ എന്ന വാക്ക് ഉപയോഗിച്ചത് എന്നാണ് മുഫസ്സിരിങ്ങൾ അതിനെ, പ്രത്യേകിച്ച് ഇമാം ഷഅറാവി അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ നന്ദി കാണിക്കാൻ ഉതകുമാത്രമുള്ള നിരന്തരമുള്ള പഠനങ്ങളും നിരന്തരമുള്ള അന്വേഷണങ്ങളും നടത്തുകയും അവിടെ ഉരുത്തിരിഞ്ഞെത്തുന്ന കാര്യങ്ങളിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളിൽ അള്ളാഹുവിനോട് നിങ്ങൾ ശുക്ർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും വേണം. ഭൗതിക ലോകത്ത് പലപ്പോഴും മനുഷ്യന് നന്ദിയില്ലാത്തവനാകുകയും അവൻ നടത്തുന്ന പഠനങ്ങളുടെ, ഗവേഷണങ്ങളുടെ
റിസൾട്ടുകൾ ലഭിക്കുമ്പോൾ അവന്റെ നാമത്തിലേക്ക് അത് ചാർത്തി വെക്കുവാൻ ഞാനാണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞ് നന്ദികേട് കാണിക്കും മനുഷ്യൻ. പുതിയ ലോകത്തിന്റെ പ്രശ്നം അതാണ്. അപ്പൊ അത്തരം നന്ദികേട് കാണിക്കരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം നിങ്ങൾക്ക് സാധ്യമാകാത്ത, നിങ്ങളുടെ കഴിവിൽപ്പെടാത്ത, ചിന്തയിൽപ്പെടാത്ത ഒന്നാണിത്. അവിടെ നിങ്ങൾ പഠനങ്ങൾ മാത്രമാണ് നടത്തുന്നത്. അപ്പോ നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞാൻ ഇത് കണ്ടെത്തുന്നതിന് മുമ്പേ ഇതിവിടെ ഉണ്ട്. പക്ഷെ അള്ളാഹു എന്റെ ചിന്തയിൽ അതിലേക്കുള്ള വെളിച്ചം നൽകുകയും അതിലേക്കുള്ള അവന്റെ കാരുണ്യത്തിന്റെ കവാടം തുറക്കുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനാൽ ഇതെല്ലാം ഇവിടെ നിറച്ചു വെച്ച, സംവിധാനിച്ച സർവശക്തനായ അള്ളാഹുവാണ് സത്യം, അവനാണ് ഹക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി കാണിക്കാൻ പറ്റണം. പക്ഷേ മനുഷ്യൻ എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാല് അവൻ ഈ പ്രപഞ്ചത്തിൽ അവൻ നടത്തുന്ന പഠന ഗവേഷണങ്ങളുടെ ഫലമായി വല്ലതും അവൻ പുതിയ ഒരു ഗവേഷണ സത്യത്തെ, അവൻ കണ്ടെത്തുന്ന ഒരു സത്യത്തെ, ഒരു വിഷയത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ പേരിൽ അവൻ തന്നെ അതിന്റെ ഉപജ്ഞാതാവായി മാറുകയും അവൻ തന്നെയാണ് ഇനി വലിയവൻ എന്ന ഭാവത്തിലേക്ക് അവൻ മാറുകയും ചെയ്യുമ്പോൾ അവൻ നന്ദിയില്ലാത്തവനും നന്ദി കെട്ടവനുമായിട്ട് മാറുന്നു. അങ്ങനെ നിങ്ങളാകാൻ പാടില്ല. നിങ്ങളുടെ ചിന്തയെ ഉദ്ദീപിക്കുവാൻ പര്യാപ്തമായ രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇമാം ഷാറാവി പറയുന്നുണ്ട്, പ്രപഞ്ചത്തിൽ 4 തരത്തിലുള്ള സൃഷ്ടി സംവിധാനങ്ങളെ അള്ളാഹു വെച്ചിട്ടുണ്ട്. അതില് ഒന്ന് ജാമിദായ വസ്തുക്കളാണ്, ചലനമില്ലാത്ത വസ്തുക്കൾ, കല്ല്, അത്തരത്തിലുള്ള വസ്തുക്കൾ. അതാണ് ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നത്. അതിന്റെ മുകളിലുള്ളത് സസ്യങ്ങളാണ്. അതിന് ചലനമുണ്ട്, അതിൻ്റെതായിരിക്കുന്ന ചെറിയ രൂപത്തിലുള്ള സംവേദന ശക്തിയുണ്ട്. അതിന്റെ മുകളിലുള്ളത് മൃഗങ്ങളാണ്. അതിന് ചലനശക്തിയും അതിന്റെ ലോകത്ത് അതിൻ്റെതായിരിക്കുന്ന സംവേദന ശക്തിയുണ്ട്. അപ്പോ സസ്യങ്ങളെക്കാളും കുറച്ചും കൂടി കൂടുതൽ മുന്തി നിൽക്കുന്ന ഒരു സൃഷ്ടിയാണ്. ഇനി മൃഗങ്ങൾക്ക് മുകളിലാണ് മനുഷ്യരുടെ സ്ഥാനം. ആ സ്ഥാനമാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ പുരുഷൻ എന്ന് പറയുന്നത്. അതില് ജീവനുണ്ട്, ചിന്തയുണ്ട്, സത്യാസത്യങ്ങളെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനുള്ള കഴിവും അവന് നൽകിയിട്ടുണ്ട്. ഇനി അവന്റെ ദൗത്യം എന്താണ് എന്ന് മാത്രമാണ് അവൻ മനസ്സിലാക്കേണ്ടത്. ഇനി എന്റെ ജീവിത ലക്ഷ്യം എന്താണ്, എന്റെ ദൗത്യം എന്താണ്? ആ ദൗത്യമാണ് പിന്നീട് ദിവ്യവചനങ്ങളിലൂടെ ദൈവദൂതന്മാർ മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ മനുഷ്യൻ താഴോട്ട് ഇനി വരാൻ പാടില്ല, താഴോട്ടേക്ക് മനുഷ്യൻ പോകാൻ പാടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ നിന്ദ്യനാകും. അതുകൊണ്ട് എപ്പോഴും അവൻ ഔന്നിത്യത്തിലേക്ക് പോവേണ്ടതുണ്ട്. കാരണം സൃഷ്ടികളിൽ ഉന്നതനാണ് അവൻ. നന്ദിപൂർവം, ഹംദപൂർവം, ശുക്രുപൂർവം, ഹംദപൂർവം അവൻ മേലോട്ട് പോകണം, താഴോട്ട് വരാൻ പാടില്ല. അപ്പൊ എപ്പോഴും മനുഷ്യനോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി അള്ളാഹു ഔന്നിത്യത്തിലേക്ക്, മുകളിലേക്ക്, ഉന്നതമായ ജീവിതാന്തരീക്ഷത്തിലേക്ക് അവനെ ക്ഷണിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് തആലൗ, നിങ്ങൾ വരൂ എന്ന് മാത്രമല്ല എന്റെ അർത്ഥം. നിങ്ങൾ ഉന്നതിയിലേക്ക് വരൂ, നിങ്ങൾ ഔന്നിത്യത്തിലേക്ക് കടന്നു വരൂ, താഴോട്ട് പോവേണ്ടവരല്ല നിങ്ങൾ. പലപ്പോഴും മനുഷ്യൻ അവന്റെ താഴെയുള്ള വസ്തുക്കൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നിന്ദനാകുമ്പോൾ അള്ളാഹു വഹയിലൂടെ അവനെ ഔന്നിത്യത്തിലേക്ക്, ഉന്നതമായ ജീവിതാവസ്ഥയിലേക്ക് അവനെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് തആലൗ എന്ന വാക്ക് പോലും അള്ളാഹു ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അൻസൽന എന്ന വാക്ക് ചേർത്ത് വെക്കുന്നത്. മുകളിൽ നിന്ന് ഇറങ്ങുന്ന ഒന്നിന് അതിന് വലിയ മഹത്വം ഉണ്ടാവും. അപ്പോ അതിലേക്ക്, ആ മുകളിൽ നിന്ന് ഇറങ്ങിയ ഒന്നിലേക്ക് നിങ്ങൾ വരൂ, ആ വഹയിനെ നിങ്ങൾ സ്വീകരിക്കൂ, അതിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ പാകപ്പെടുത്തൂ എന്നാണ് തആലൗ എന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പോ നന്ദിയുള്ള മനസ്സ് മനുഷ്യനുണ്ടാവണം. അവൻ പ്രപഞ്ചത്തിലെ
മനുഷ്യേതര വസ്തുക്കൾ മുഴുവനും അള്ളാഹുവിനെ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നുണ്ട്. ചില പണ്ഡിതന്മാരിലും പറയുമ്പോൾ അത് പ്രയോഗമാണ് നടത്തുന്നത് എന്നാണ്, ആലങ്കാരിക പ്രയോഗമല്ല എന്ന് ഇമാം ഷാറാബി പറയും. എന്തുകൊണ്ട്? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളത് മുഴുവനും അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്നുണ്ട്, അള്ളാഹുവിനെ വാഴ്ത്തുന്നുണ്ട്. ആ വാഴ്ത്തുക എന്നുള്ളത് അത് ഒരു സാങ്കല്പികമായ ഒരു വാഴ്ത്തലല്ല. മനുഷ്യനിലും എങ്ങനെയൊക്കെയാണോ അള്ളാഹുവിന് തസ്ബീഹും തഹ്ലീലും ചെല്ലുന്നത്, ഹംദലും ചെല്ലുന്നത്, അതുപോലെ തന്നെയാണ് അത് ചെയ്യുന്നത്. കുല്ലുൻ അലിമ സ്വലാത്തഹു വ തസ്ബീഹു, എല്ലാത്തിന്റെയും സ്വലാത്തും തസ്ബീഹും അത് അറിഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അതൊന്നും തന്നെ ഒരു വെറും വർത്താനല്ല. അത് അതിൻ്റെതായിരിക്കുന്ന ലോകത്ത് അതിന്റെ പ്രകൃതത്തിന് ആവശ്യമായ രൂപത്തിൽ, നിലനിൽക്കുന്ന രൂപത്തിൽ അതെല്ലാം ചെയ്യുന്നുണ്ട്. മനുഷ്യൻ മാത്രമല്ല, പൊരുളറിഞ്ഞുകൊണ്ടുള്ള സുജൂദും അതുപോലെ തന്നെ റുകൂഉം ചെയ്യുന്നത് അവന്റെ ചുറ്റുമുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോ സൂര്യൻ അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കും എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാ സാഷ്ടാംഗം നമിക്കുന്നത്? ഇപ്പൊ മനുഷ്യന് സാഷ്ടാംഗം നമിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അത് ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അവൻ ചെയ്യുന്ന ഒരു ശുക്രിന്റെ ഒരു ഭാവലോകമുണ്ട്, ഒരു ഭാവതലങ്ങളുണ്ട്. അതിലേക്ക് അതിനെ ചേർത്ത് വെക്കുമ്പോഴാണ് മനുഷ്യന് തിരിയാതെ പോണത്. എന്നാ മനുഷ്യനിലും വ്യത്യസ്തങ്ങളായ സുജൂദിന്റെ വേറിട്ട മുഖങ്ങളുണ്ട്. ആരോഗ്യവാനായ ഒരാൾ ചെയ്യുന്ന സുജൂദാണോ രോഗിയായ ഒരു മനുഷ്യൻ ചെയ്യുന്നത്? ഇമാം ഷാറാബി ചോദിക്കുന്ന മനോഹരമായി അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആണോ ചെയ്യുന്നത്? അപ്പൊ ഒരു കസാരയിൽ ഇരുന്നിട്ട് അള്ളാഹുവിന്റെ സ്വലാത്ത് നിർവഹിക്കുന്ന ഒരു മനുഷ്യന് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു മനുഷ്യന് തോന്നുക. കിടന്നുകൊണ്ട് ഒരാൾ അള്ളാഹ് സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അവിടെ അയാളെ സുജൂദും റുക്കൂഉം എങ്ങനെയാണ് ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നവനെ തിരിയ? അപ്പോ അവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് അവന്റെ സുജൂദിന്റെ രൂപം മാറുന്നുണ്ട്. ഇതേപോലെ തന്നെ ജീവികളുടെ സ്വഭാവ ഗുണങ്ങൾ മാറുന്നതിനനുസരിച്ച് അവർക്ക് അവരുടേതായിരിക്കുന്ന സുജൂദുകളുണ്ട്, തസ്ബീഹുകളുണ്ട്, തഹ്ലീലുകളുണ്ട്. അത് ദൂരെ നിന്ന് നോക്കുന്ന നിങ്ങൾക്കറിയില്ല, പക്ഷെ അതെല്ലാം തന്നെ ശരിയായ രൂപത്തിൽ തന്നെ അത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ശുക്റുള്ള മനുഷ്യരാവണം. അതാണ് പറഞ്ഞത്. ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. അള്ളാന്റെ നിയമങ്ങൾ അത് ലംഘിക്കുന്നില്ല. ഇന്നേ വരെ സൂര്യന് പടച്ചോനെ ഈ മഹാപാപികൾക്ക് മുകളിൽ ഇന്ന് ഞാൻ ഉദിക്കുകയില്ല എന്ന് സൂര്യൻ ഇന്നേ വരെ പറഞ്ഞിട്ട് സൂര്യന് പണി മുടക്കിയിട്ടില്ല. ഒരു ഖുദ്സിയായ ഹദീസിൽ അതുണ്ട്. സമുദ്രവും വാനവും ഭൂമിയും എല്ലാം തന്നെ മനുഷ്യനെ പിടിച്ച് അവൻ കാണിക്കുന്ന അക്രമത്തിന് അത് തന്നെ ശിക്ഷ നൽകാൻ തുനിയുന്ന രംഗത്തൊരു ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹ് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളാണ് സൃഷ്ടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യൂല, അവർ എന്റെ സൃഷ്ടികളാണ്, അവര് എന്നോട് പാപമോചനം തേടുമ്പോൾ ഞാൻ അവർക്ക് കാരുണ്യമാകും, അവരെന്നോട് പാപമോചനം തേടുന്നില്ലെങ്കിൽ ഞാൻ അവർക്ക് വൈദ്യനുമാകും എന്ന് പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ് ഈ വിഷയത്തിലുണ്ട്. മനുഷ്യനെ അഹങ്കരിക്കുകയല്ല വേണ്ടത്. പ്രപഞ്ചത്തിൽ ഒന്നും അഹങ്കരിക്കുന്നില്ല. എല്ലാം അള്ളാഹുവിന് സ്വമേധയാ കീഴ്പ്പെട്ട് അള്ളാഹുവിന് ദിക്റും ശുക്റും എല്ലാം ആലപിച്ചു കൊണ്ടിരിക്കുന്നു. സൂറത്ത് ഇസ്രായേലിൽ സുബ്ഹാനഹു വ തആല അമ്മാ യഖൂലൂന ഉലുവൻ കബീറ യുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു, സപ്തവാനങ്ങളും ഭൂമിയും വമൻ ഫീഹിന്ന, അതിലുള്ളത് മുഴുവനും, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അല്ലാഹുവിന് തസ്ബീഹ് ചെല്ലാത്തതായിട്ട് അതിലൊന്നുമില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരെങ്ങനെയാണ് തസ്ബീഹ് ചെല്ലുന്നത് നിങ്ങൾക്ക് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, അല്ലാഹു ക്ഷമാശീലനും ഏറെ പൊറുക്കുന്നവനുമാണ്. ഫയുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു, സപ്തവാനവും ഭൂമിയും
ഏഴാകാശങ്ങളും ഭൂമിയും അള്ളാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. വമൻ ഫീഹിന്ന, അതിലുള്ളതെല്ലാം തന്നെ. അള്ളാഹുവിന് ഹംദ് ചെല്ലാത്തതായിട്ടൊന്നുമില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, നിങ്ങൾക്ക് അതിന്റെ തസ്ബീഹ് അറിയുന്നില്ല. സൂറത്ത് ഹജ്ജില് അള്ളാഹു വേറെ രൂപത്തിൽ പറയുന്നുണ്ട്, മനുഷ്യരിൽ ഒരു വിഭാഗം, മനുഷ്യനെ മാത്രമാണ് രണ്ടായിട്ട് അവിടെ ബാധിക്കുന്നത്. അള്ളാഹു മനുഷ്യരിൽ ഒരു വിഭാഗം അള്ളാഹു ശുക്ർ ചെയ്യുന്നു, ഒരു വിഭാഗം നന്ദികേട് കാണിക്കണോ. ഇപ്പൊ മനുഷ്യന്റെ പഠനങ്ങളും ഗവേഷണങ്ങളും ഒന്നും തന്നെ അവന്റെ നന്ദികേടിലേക്ക് എത്തിക്കാൻ പാടില്ല. കാരണം അവൻ വരുന്നതിന് മുമ്പേ ഇതെല്ലാം അവിടെ ഉണ്ട്. അവന് പറയുന്ന കണ്ടെത്തിയ ഒന്നെല്ലാം തന്നെ മുമ്പും അവിടെ ഉണ്ട്. അത് അള്ളാഹു സമയാസമയം, ഇമാം ഷഅറാബി പറയുന്നത് പോലെ സമയബന്ധിതമായി അവന്റെ സമയത്തോടും കാലത്തോടും അവൻ അതിനെ എങ്ങനെയാണോ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്, അവൻ അതിന് പര്യാപ്തനാകുന്നത്, ആ സമയം അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ പ്രയത്നത്തിലൂടെ അള്ളാഹു അവരിലേക്ക് കാരുണ്യത്തെ വർഷിച്ചുകൊണ്ടോ അള്ളാഹു ആ സംഭവങ്ങളെ മുഴുവനും അവന്റെ മുമ്പിൽ അവന് വെളിപ്പെടുത്തി കൊടുക്കണോ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിനാല് അത് എന്റെതെന്ന, ഞാനെന്ന ഭാവത്തിലല്ല അതിന് കൈകാര്യം ചെയ്യേണ്ടത്. അതെല്ലാം അവിടെ നിലനിൽക്കുന്ന ഒന്നായിരുന്നുവെന്നും ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് മുമ്പിൽ അതിലേക്ക് എത്തി നോക്കാനുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടം തുറന്നു തന്നിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്നും അതിനാൽ അതിന് ഞാൻ എന്റെ റബ്ബിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട് എന്ന ബോധമാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ നന്ദികേടിന്റെ പ്രകടനമല്ല ഉണ്ടാവേണ്ടത്. ലികുല്ലി സ്വബ്ബാരിൻ ശക്കൂർ. ഇനി അള്ളാഹു പറയുന്നു, വൈദാ ഗശിയഹും മൗജ്, അവരെ തിരമാല മൂടിയാൽ കദ്ദുലലി, അത് ദുല്ലിന്റെ ജമ്മാണ് ദുലല് എന്നുള്ളത്. അപ്പോ അതൊരു മേഘസമാനമായ രൂപത്തിൽ അവരെ തിരമാലകൾ മൂടിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ അള്ളാഹുവിന് പൂർണ്ണ രൂപത്തിൽ കീഴുതുങ്ങി പടച്ചോനെ അവര് കേണ് വിളിക്കും. ഇവിടെ ലുലല് എന്ന വാക്ക് മേഘസമാനമായ രൂപത്തിൽ, മേഘങ്ങള് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഇതുപോലെ അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് മുകളിൽ ഒരു മേഘക്കീറുകളായി മഹാ അപകടത്തെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ നാം അവർക്ക് മുകളിൽ മഹാ അപകടങ്ങൾ നാം അവരുടെ തലക്ക് മുകളിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പരന്നു കിടക്കുമ്പോൾ ഒരു തണൽ പോലെ തോന്നും. സമുദ്രത്തിന്റെ ആഴിയിലേക്ക് പോയാലും തിരമാലകൾ ഒരു സമുദ്ര സമാനം പോലെ ഉയർന്നു പൊന്തി മഹാഭീതിയുടെ ചിത്രം വിതക്കുന്ന രംഗം സമുദ്രത്തിന്റെ നടുവിലേക്ക് പോയാൽ ഉണ്ടാവും. സമുദ്രത്തിന്റെ വെളിയിൽ കരയിൽ നിന്നാലും അവനത് തിരിയുന്ന, അവിടെ എല്ലാം അവന്റെ മനസ്സിൽ വലിയ പേടി വരും. പക്ഷെ അള്ളാന്റെ കാരുണ്യം കൊണ്ട് പെട്ടെന്ന് അത് താഴ്ന്ന് അവൻ അതിലൂടെ കടന്നു പോകാനുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും. എന്നാല് ആ തിരമാലകൾ പൊന്തി അവനെ അതിന്റെ ആഴിയിലേക്ക് കൊണ്ടുപോകാൻ തുനിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇനി അള്ളാഹു മനുഷ്യന്റെ ഈ നന്ദികേട് കാണിക്കുന്ന മനുഷ്യന്റെ ഫിത്രത്തിന് അള്ളാഹു അവതരിപ്പിക്കുകയാണ് എന്നാണ്. പടച്ചോനെ നിഷേധിക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടാതെ ഇതെല്ലാം കാണുമ്പോഴും അറിയുമ്പോഴും പഠിക്കുമ്പോഴും പടച്ചോന്റെ ഈ പ്രപഞ്ച സൃഷ്ടാവായ ജഗദീശ്വരന്റെ സർവശക്തനായ നാഥന്റെ അളമത്തിനെ ബോധ്യപ്പെടാതെ പോകുന്ന മനുഷ്യന്റെ പ്രകൃതം എന്താണ്? എത്ര നിഷേധിച്ചാലും എത്ര നന്ദികേട് കാണിച്ചാലും ഇവനിൽ നിക്ഷേപിച്ച അള്ളാഹു അവനിൽ നിക്ഷേപിച്ച പ്രകൃത ബോധം എന്താണ്? അവന്റെ ബോധം എന്താണ്? ആ ബോധം അവൻ പ്രതിസന്ധിയിൽ അവൻ അള്ളാഹുവിനെ കൈവിട്ട് ദൈവേതര വസ്തുക്കളെ പൂജിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അവൻ ദൈവനിഷേധിയാണെങ്കിലും അവന്റെ മുമ്പിൽ മഹാ പർവ്വത സമാനമായി അപകടം പ്രത്യക്ഷപ്പെടുമ്പോൾ, രൂപപ്പെടുമ്പോൾ അവന്റെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിച്ച ശുദ്ധബോധം പുറത്തു വരുന്നു.
അപ്പൊ ഇവിടെ ദഅവുല്ലാഹ മുഖ്ലിസിന ലഹുദ്ദീൻ, എല്ലാം കൈയൊഴിഞ്ഞ് എല്ലാ ധിക്കാര ഭാവങ്ങളും വെടിഞ്ഞുകൊണ്ട് അവൻ എന്താകുന്നു? അവൻ ശുദ്ധ സമർപ്പിതനായിട്ട് മാറുന്നു. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർറി, അങ്ങനെ കരയിലേക്ക് എത്തിച്ചാലോ? ഫമിൻഹും മുഖ്തസിദുൻ, അവരില് മിതവാദികളുണ്ട്. അതുപോലെ തന്നെ വമാ യജ്ഹദു ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നില്ല. ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. ഖത്താർ എന്ന് പറഞ്ഞാൽ മഹാവഞ്ചകൻ, സ്വന്തത്തെ തന്നെ വഞ്ചിക്കുന്നവൻ. അതുപോലെ തന്നെ കഫൂർ, നിഷേധി. അപ്പൊ ഇവിടെ മേലെ പറഞ്ഞ സ്വബ്ബാർ, ഷക്കൂർ എന്നതിന് നേരെ ഓപ്പോസിറ്റിലെ രണ്ട് വാക്കാണ് ഇവിടെ ഈ രണ്ട് വാക്കിലൂടെ അള്ളാഹു പറഞ്ഞു പോകുന്നത്. ഒരു സ്ഥലത്ത് സ്വബ്ബാർ എന്നും ഷക്കൂർ എന്നും പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. എന്നാൽ അതിന് എതിരെ ഒരാൾ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അവന്റെ വർത്താനം മൊഞ്ചുള്ള വർത്താനിൽ എന്ന് സൂറത്ത് അൻആമിൽ അല്ലാഹു പറയും. ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ദൈവനിഷേധികളായി ചമഞ്ഞ് അങ്ങനെ ഒരു ശക്തിയുടെ സ്ഥാനമോ അവന്റെ സാന്നിധ്യമോ ഇല്ല എന്ന് പറഞ്ഞ് മൊഞ്ചുള്ള വർത്താനത്തിലൂടെ മനുഷ്യരെ വശീകരിക്കുന്ന ആൾക്കാർ, എന്നിട്ട് ധിക്കാരികളും നിഷേധികളുമായിട്ട് മാറുന്ന മനുഷ്യര്, അവര് സ്വന്തത്തെ തന്നെ വഞ്ചിക്കുകയാണ്. അതുപോലെ തന്നെ അവര് നിഷേധത്തിലേക്ക് പോവുകയാണ്. അപ്പൊ സ്വബ്ബാർ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റില് അള്ളാഹു ഖത്താർ എന്ന വാക്കിന് അള്ളാഹു ഉപയോഗിക്കുന്നു. ഷക്കൂർ എന്ന വാക്കിന്റെ വിപരീതമായി കഫൂർ എന്ന വാക്കിന് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിരിക്കണു. അപ്പൊ ഇവിടെ എന്താണ് ഈ മിതവാദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സൂറത്ത് ലുഖ്മാനില് 30-ാമത്തെ ആയത്തില് മനോഹരമായിട്ട് ഇതിനെ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാഹു. ഇതിന്റെ മുമ്പുള്ള സൂറത്തിൽ എന്താണ്? വല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർറി വൽ ബഹർ, കടലിലും കരയിലും നിങ്ങൾക്ക് വഴിയൊരുക്കിയവൻ അല്ലാഹുവാണ്. വല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർറി വൽ ബഹരി ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽകി വജറൈന ബിഹിം ബിരീഹിൻ ത്വയ്യിബ വഫരിഹു ബിഹാ. അങ്ങനെ അവർ സമുദ്രത്തില് സന്തോഷപൂർവം ശാന്തമായ സമുദ്രത്തിൽ സഞ്ചരിക്കവേ അവരെന്താവുന്നു? അവര് സന്തോഷിച്ച് പുളകിതരായി യാത്ര ചെയ്യുന്നു. അങ്ങനെ ജാഅത്ഹാ റീഹുൻ ആസിഫുൻ, കൊടുങ്കാറ്റടിച്ചു. റീഹുൻ ആസിഫുൻ വജാഅഹുമുൽ മൗജു മിൻ കുല്ലി മക്കാനിൻ, അവരുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തിരമാലകൾ അവരെ മൂടി. വദന്നു അന്നഹും ഉഹീത ബിഹിം, അങ്ങനെ സമുദ്രാഴിയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ദഅവുല്ലാഹ മുഖ്ലിസിന ലഹുദ്ദീൻ. ഈ ആയത്തിന്റെ മറ്റൊരു രൂപത്തിൽ അള്ളാഹു സൂറത്ത് യൂനിസിൽ ഇതുപോലെ പറയാം. ദഅവുല്ലാഹ മുഖ്ലിസിന ലഹുദ്ദീൻ, അവര് പൂർണ്ണാർത്ഥത്തിൽ പടച്ചോനെ മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് അവര് പടച്ചോനോട് പ്രാർത്ഥിക്കും. ലഇൻ അൻജൈതനാ മിൻ ആദിഹി ലനകൂനന്ന മിനശ്ശാകിരീൻ, പടച്ചോനെ നന്ദിയുള്ളവരാകാന്ന് പറയും. രക്ഷിച്ചാൽ നന്ദി കാണിക്കാമെന്ന് പറയും. ഫലമ്മാൻ ജാഹും, നാം അവരെ രക്ഷിച്ചാലോ, ഇദാഹും യബ്ഗൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, യാതൊരു നന്ദിയും കൂടാതെ ഒരു സത്യസന്ധതയുമില്ലാതെ നന്ദി കെട്ടവരായവർ മാറുന്നു. അവർ പറയും, അപ്പൊ അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നമാ ബഗയുക്കും അലാ അൻഫുസിക്കും, നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസം നിങ്ങളോട് തന്നെയാണ്. ഇനി ഈ ആയത്തിന്റെ ശേഷവും മനുഷ്യ കുടുംബത്തെ അള്ളാഹു സംബോധന ചെയ്യുന്നത് എന്നുള്ളതിന്റെ പിറകിൽ വലിയ ചില തത്വങ്ങൾ അള്ളാഹു ചേർത്ത് വെക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ ഓതിക്കൊണ്ടിരിക്കുന്ന 31-ാമത്തെ ആയത്തിന്റെ ശേഷം ഇതേപോലെ തന്നെ അള്ളാഹു മനുഷ്യ കുടുംബത്തെ മുഴുവനുമായി സംബോധന ചെയ്യാനിവിടെ. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. ഇവിടെ സൂറത്ത് യൂനുസിലും മനുഷ്യനെ ജീവിതത്തിൽ മഹാ അപകടങ്ങളെ, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോഴേ
അള്ളാഹു അവിടെ മനുഷ്യ കുടുംബത്തെ മുഴുവനുമായി സംബോധന ചെയ്യുന്ന രീതി സ്വീകരിക്കുന്നു. അവിടെ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നമാ ബഗയുക്കും അലാ അൻഫുസിക്കും മതാഅൽ ഹയാത്തി ദുനിയ സുമ്മ ഇലൈനാ മർജിഉക്കും സുമ്മ നുനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ. ഇന്ന് നിങ്ങൾക്ക് നാം ബോധ്യപ്പെടുത്തി തരും നിങ്ങളുടെ ധിക്കാരഭാവങ്ങളെ, സ്വഭാവങ്ങളെ, പെരുമാറ്റങ്ങളെ എല്ലാം നാം ഒരു അക്രമവും ചെയ്യാതെ, ഒരു അനീതിയും പുലർത്താതെ നിങ്ങൾക്ക് നാം ബോധ്യപ്പെടുത്തും. ഇതിലെല്ലാം വലിയ വലിയ ചിന്തകളും ചർച്ചകളുമാണ് ഇമാം ഷഅറാബി കൊണ്ടുവരുന്നത്. അള്ളാഹു ആക്രമിക്കൂല എന്നതിൽ പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹു ലൈസ ബിളല്ലാമിൽ ലിൽ അബീദ്, അള്ളാഹു അങ്ങ് വല്ലാതെ കഠിന ശിക്ഷയ്ക്ക് വിധേയാക്കൂല എന്നതിലും പറയുമ്പോൾ ആ കാഠിന്യമില്ലാത്ത ശിക്ഷയ്ക്ക് അള്ളാഹു അപ്പൊ വിധേയാക്കുവോ? അങ്ങനെ ആളുകൾ മനസ്സിലാക്കിയാൽ തെറ്റുണ്ടോ? എന്നാൽ അത് ശരിയാണോ? അതിൽ കുറെ ചർച്ചകൾ അദ്ദേഹം അവിടെ കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും ഇവിടെ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർറി, അവരെ നാം കരയിലെത്തിച്ചാൽ ഫമിൻഹും മുഖ്തസിദുൻ, അപ്പോ ദുർബലമായ അതിന് ശേഷവും എല്ലാം കണ്ടറിഞ്ഞതിന് ശേഷവും ഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മൊഞ്ചിലും ചന്തത്തിലുമെല്ലാം അങ്ങ് മുഴുകിയിട്ട് അവന് അതുവരെ ഉണ്ടായ ദൈവവുമായി അള്ളാഹുവുമായി അടുത്ത ഹൃദയത്തിൽ അവന്റെ വിശ്വാസത്തിന് ദുർബലതയേൽക്കുന്നു. അതാണ് മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ. അമിൻഹും മുഖ്തസിദ് എന്ന് പറഞ്ഞാല് അതിൽ മിതവാദികളുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാ അർത്ഥത്തിലും വീണ്ടും നിഷേധികളാകുന്നവരുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു ദുർബലാവസ്ഥയിലൂടെ പിന്നീട് ജീവിതത്തെ കൊണ്ടുപോകുന്നവരുണ്ട്. നമ്മളെല്ലാം അവസ്ഥ അങ്ങനെ. അള്ളാഹു നമുക്കെല്ലാം പുറത്തരട്ടെ. അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നില്ല. ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ, സ്വന്തത്തെ വല്ലാതെ വഞ്ചിക്കുന്നവരും നിഷേധിയല്ലാതെ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നില്ല. അപ്പോ ഇതിനെല്ലാം തന്നെ നന്നായി ചിന്തിച്ച് പഠിച്ച് അള്ളാഹുവിന് നന്ദിയുള്ള മനുഷ്യരാവണം. നമുക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക്, സൗഭാഗ്യങ്ങൾക്ക് നന്ദികേട് കാണിക്കേണ്ടവരല്ല. അത് നമ്മളോട് തന്നെ കാണിക്കുന്ന മഹാ അന്യായാണ്. നമുക്ക് നമ്മുടെ ദേഹത്തോട് നൽകേണ്ട കടപ്പാടുകളുണ്ട്. ആ കടപ്പാട് മനുഷ്യൻ സമയാസമയം പുലർത്തണം. അല്ലെങ്കിൽ അത് അവനോട് തന്നെയുള്ള വഞ്ചനയിക്കാരം. അത് അവന്റെ ജീവിത പരാജയത്തിന് കാരണമാവും. അള്ളാഹു മഹാശിക്ഷയിലേക്ക് അവനെ കൊണ്ടെത്തിക്കും. പിന്നീട് അതില് സൂക്ഷ്മമായ വിലയിരുത്തലും ചിന്തയും എല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ സ്വന്തത്തെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. സൂറത്ത് ഹജ്ജില് ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഇമാം ഷഅറാബി പറയുന്നുണ്ട്, കൈകളും കാലുകളും ഇനി മനുഷ്യനെതിരെ സാക്ഷ്യം വഹിക്കുന്ന ദിവസം അതെങ്ങനെയാണ് ശരീരത്തിന്റെ ഭാഗമായി നിൽക്കെ, എങ്ങനെയാണ് അത് മനുഷ്യന് എതിരെ സാക്ഷ്യം പറയുക? ഇനി ശിക്ഷയ്ക്ക് വിധേയമാക്കുമ്പോൾ കൈകളും കാലുകളിലും അതിൽ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുക? അപ്പൊ ഈ പറഞ്ഞതിന്റെ എല്ലാം തേട്ടം എന്താണ്, താല്പര്യം എന്താണ്? അങ്ങനെ മനോഹരമായിട്ട് ആ ഭാഗങ്ങളിലും അദ്ദേഹം വിശദീകരിച്ചു പോകുന്നുണ്ട്. അപ്പൊ നമ്മള് നന്നായി തലമുറകളെ ഇതെല്ലാം പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. മേൽപ്പരപ്പിൽ നിന്നുകൊണ്ടുള്ള ഒരു വായനയല്ല നടത്തേണ്ടത്. നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അൽ ഖുർആനു വസ്ലുൻ വലാ വഖഫുൻ. ഖുർആന് വസ്ലാണ്, വഖഫല്ല. ഓരോ ആയത്തും മറ്റൊരായത്തുമായിട്ട് അഗാധം ആയി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരു സൂറത്ത് മറ്റൊരു സൂറത്തുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതൊന്നും വെറുതെ ഒരായത്തിന് ശേഷം മറ്റൊരായത്ത് വെച്ച് പോയതല്ല, ഒരു സൂറത്തിന് ശേഷം മറ്റൊരു സൂറത്ത് വെച്ച് പോയതല്ല. ഇത് അള്ളാഹുവിന്റെ
പ്രപഞ്ചനാഥനായ സർവശക്തനായ നാഥന്റെ വചനങ്ങളും അവന്റെ ചേർത്തുവെക്കലുമാണ്. അതിൻ്റെ എല്ലാം പിറകില് മനുഷ്യന് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത ചിന്തകളും അള്ളാഹുവിന്റെ ഇറാദത്തുമുണ്ട്, താല്പര്യങ്ങളുമുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം വായിക്കുകയും പഠിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. തലമുറകൾക്ക് കാലാനുസൃതമായിട്ട് നല്ല ചിന്തകൾ, നല്ല പഠന വഴികൾ തുറന്നു കൊടുക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു മനുഷ്യ ചിന്തക്കുള്ള വാതായനങ്ങൾ തുറക്കുമ്പോൾ അത് മനുഷ്യനിർമ്മിത വർഗ മത ബോധത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല, മറിച്ച് അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് മതങ്ങളുടെയോ ജാതിവർഗ ബോധങ്ങളുടെയോ നിറങ്ങൾ ചാർത്താതെ അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണെന്നും ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും അള്ളാഹു അവന്റെ കാരുണ്യത്തിന്റെ കവാടം അവന്റെ മുമ്പിൽ തുറന്നു കൊടുക്കുമെന്നും അതിനാല് ഏത് വിജ്ഞാനങ്ങളും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അത് മനുഷ്യ കുടുംബത്തിന് ഉപകാരപ്രദമായ ഒന്നാണ്. അതിനാൽ അവിടെ ഒന്നും തന്നെ വർഗബോധങ്ങളുടെയോ മതബോധങ്ങളുടെയോ മതിൽക്കെട്ടുകൾ തീർക്കാതെ അള്ളാഹു എങ്ങനെയാണോ മനുഷ്യരെ ഈ വിജ്ഞാനങ്ങളെ കൊണ്ട് കാണുന്നത് അതുപോലെ കണ്ടുകൊണ്ട് ഇതിനെ എല്ലാവരിലേക്കും ചേർത്ത് വെച്ചുകൊണ്ടുമായിരിക്കണം ഈ കാര്യങ്ങളെ മുഴുവനും കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ബോധം ഇതിനെ കൈകാര്യം ചെയ്യുന്നവരിലെങ്കിലും നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. അതിനെ അവര് ആ രൂപത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്നും മനുഷ്യ കുടുംബത്തിനിടയിൽ ഇത്തരത്തിലുള്ള മതിൽക്കെട്ടുകൾ തീർത്ത് മനുഷ്യരെങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇത് നിലവിൽ കൈകാര്യം ചെയ്യുന്ന മനുഷ്യരിൽ ഒരു വിഭാഗം എന്നുള്ള നിലക്ക് കുട്ടികൾക്ക് നല്ല ചിന്തയും അള്ളാഹുവിനോടുള്ള ഹൃദയം തൊട്ടുള്ള ബന്ധവും സ്ഥാപിക്കാൻ കുഞ്ഞുങ്ങളെ നന്നായി നമ്മൾ ഈ വിഷയം ബോധ്യപ്പെടുത്തണം, കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങളുടെ ചിന്തകൾക്ക് വെളിച്ചം നൽകുന്ന, നിങ്ങളുടെ ലോകങ്ങൾക്ക് നിറങ്ങൾ ചാർത്തുന്ന, സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ ചാർത്തുന്ന വലിയ കവാടങ്ങൾ അള്ളാഹു ഈ വചനങ്ങളിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നുണ്ട് എന്നും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ചിന്തകളെ, കഴിവുകളെ നിരന്തരം അള്ളാഹുവിന്റെ മഹത്വത്തെ തിരിച്ചറിയുവാൻ, അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടുവാൻ നിങ്ങൾ ഉപയോഗിക്കണമെന്നും അതിലൂടെ മനുഷ്യ കുടുംബത്തിന്, രാഷ്ട്രത്തിന് നന്മ നേരുന്ന നല്ല തലമുറകളായി നിങ്ങൾ മാറുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ പഠനങ്ങളും ഗവേഷണങ്ങളും മനുഷ്യ കുടുംബത്തിന് ഉപകാരപ്രദമായിരിക്കണം. അതിലൂടെ താഴ്മയുള്ളവരായി നിങ്ങൾ മാറുകയും ചെയ്യണമെന്ന വലിയ പാഠങ്ങൾ നമ്മളെ മക്കൾക്ക് പകർന്നു നൽകേണ്ടതുണ്ട്. നന്ദി കെട്ടവരും സ്വന്തത്തെ വഞ്ചിക്കുന്നവരുമാകാതെ, ജീവിതത്തെ പാഴാക്കിക്കളയാതെ, ജീവിതത്തെ അതിലൂടെ ഏറ്റവും നിറമുള്ളതാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് പുതിയ തലമുറകൾക്ക് നമ്മൾ ഏറ്റവും നല്ല സന്ദേശം പകർന്നു നൽകേണ്ടതുണ്ട് എന്ന് അള്ളാഹു ഈ വചനങ്ങളിലൂടെ എല്ലാം പറഞ്ഞു വെക്കുകയാണ്. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ വന്നുപോയ പിഴവുകളെ അള്ളാഹു മാപ്പാക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മൾ പറയുന്നതിലും നമ്മൾ ചർച്ച ചെയ്യുന്നതുമായ വിഷയങ്ങളിൽ മനുഷ്യരെന്നുള്ള നിലക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ, തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മാപ്പാക്കട്ടെ. ആ തെറ്റുകൾ ബോധ്യപ്പെടുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഈ പറഞ്ഞത് ശരിയാണോ, അത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ തിരുത്തി പോകേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചുറ്റുപാടില് ഇന്ന് പലരും മുൻഗാമികളായ പണ്ഡിതന്മാരെ നിഷേധിക്കുകയും സ്വഹാബികളെ എല്ലാ അർത്ഥത്തിലും നിരാകരിക്കുകയും ചെയ്ത് അവരെ തെറി പറഞ്ഞ് അവരെ നിലവിലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും കിട്ടും എന്നുള്ള ബോധത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഈ ദീനിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതല്ല അള്ളാഹു പ്രൊട്ടക്ട് ചെയ്തതാണ്, അതിന് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ മനുഷ്യ കുടുംബത്തിൽ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ തമ്മിലടിപ്പിക്കുവാനും സത്യത്തെ വികൃതമാക്കുവാനും ശ്രമിക്കുന്ന ചില ഉസൂലറിയാത്ത ചില പണ്ഡിതന്മാരുണ്ട്. ഒരു അറിവില്ലാത്ത ആളുകൾ എന്തൊക്കെയോ ചില സംഗതിയെല്ലാം വായിച്ചിട്ട് അതിലൂടെ മറ്റുള്ളവരെ തെറി പറഞ്ഞാല്, മറ്റുള്ളവരെ ആക്ഷേപിച്ചാല്, അവഹേളിച്ചാല് ഞാൻ എന്തോ നല്ലവനാകും എന്നുള്ള തോന്നലിൽ പൈശാചിക ബോധത്തിൽ ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത്തരം ആളുകൾ എന്നും എല്ലാ കാലത്തും മനുഷ്യ കുടുംബത്തിന് അപകടമാണ്. ബഗ്ദാദില് ഇമാം ഹസനുൽ ബസരിയുടെ സദസ്സിൽ ഒരു മനുഷ്യനെ കുറിച്ച്
പിന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അയാള് സ്വഹാബികളെ ചീത്ത പറയാൻ തുടങ്ങി, തെറി പറയാൻ തുടങ്ങി, അവരുടെ കാഴ്ചപ്പാടുകളെ, അവരുടെ അഭിപ്രായ ഭിന്നതകളെ എല്ലാം തന്നെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവർക്ക് ഇടയിലുണ്ടായിരുന്ന ആ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ എല്ലാം തന്നെ എല്ലാ ഭാഗങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് അവരുടെ നിലപാടുകളെ, പല നിലപാടുകളെയും പുതിയ ലോകത്ത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ഇമാം ഹസൻ അൽ ബസരി അദ്ദേഹത്തെ ഏറ്റവും വലിയ അപകടകാരി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഹസൻ അൽ ബസരി. അപ്പോ അത്തരം ആളുകൾ നൃത്തമാടുന്ന ഒരു പുതിയ ലോകത്താണ് ഞങ്ങൾ. വിശുദ്ധ ഖുർആന്റെ എല്ലാ ഉസൂലിനും വിരുദ്ധമായി സംസാരിക്കുന്ന, അതിന്റെ നെസ്സായ, അതിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന, അതെല്ലാം വലിയ കാര്യമാണ് എന്ന് കരുതുന്ന അമ്പിയാക്കന്മാരുടെ, മുഹമ്മദ് റസൂലുള്ളാന്റെ, ഖാത്തിമുൻ നബിയുടെ ആ ദീനിന്റെ, നിയമത്തിന്റെ, അഹ്കാമുകളുടെ ദസ്തൂറിനെ പൂർണ്ണമായി നിരാകരിക്കുന്ന രൂപത്തിലുള്ള ചർച്ചകളും ചിന്തകളിലും കൊണ്ടുവന്ന് പാവപ്പെട്ട കുറെ മനുഷ്യരെ വഞ്ചിക്കുകയും ചതിക്കുകയും അവരെ തിന്മയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹി വയബ്ഗൂനഹാ ഇവജ വഹും ബിൽ ആഖിറതി കാഫിറൂൻ. ആഖിറത്ത് നിഷേധിക്കുന്നതുകൊണ്ടാണ് അതിൽ ചെയ്യുന്നത്. അപ്പൊ അത്തരം ആളുകളെയും ഇതിന്റെ ഇടയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ മക്കളെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു നമ്മളിൽ അനുഗ്രഹിക്കട്ടെ.